തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപം തിരിച്ചു നൽകാത്തതിൽ പ്രതിഷേധം. ക്യാൻസർ രോഗിയായ അമ്മയും ഭിന്നശേഷിക്കാരനായ മകനും അച്ഛനുമാണ് പെരുമ്പഴത്തൂർ സർവീസ് സഹകരണ ബാങ്കിനുള്ളിൽ പ്രതിഷേധിക്കുന്നത്. ജിബിൻ JB വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, ഇതിപ്പോൾ ഏറെ വൈകിയും അവിടെ പ്രതിഷേധം തുടരുകയാണോ? ആരുടെ കീഴിലുള്ള സഹകരണ ബാങ്കാണ്? എന്തുകൊണ്ട് ഇവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്നില്ല? അക്ഷയ്, ഈ പെരുമ്പരുതൂരുള്ള സർവീസ് സഹകരണ ബാങ്കിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിക്ഷേപകരായിട്ടുള്ള ഈ ഒരു പിതാവ്, അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായിട്ടുള്ള മാതാവ്, ഭിന്നശേഷിക്കാരനായ മകൻ, ഈ 3 പേരുമാണ് ഇപ്പോൾ ഈ ഏറെ സമയം വൈകിയും ബാങ്കിനുള്ളിൽ പ്രതിഷേധവുമായി കുത്തിയിരിക്കുന്നത്. കാരണം ഈ ബാങ്കിൽ ഇവർ 10 ലക്ഷം രൂപ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിക്ഷേപിച്ചിരുന്നു. ഇവരുടെ മകളുടെ കല്യാണം ഈ മാസം 26-ാം തീയതിയാണ് ഇവരുടെ മകളുടെ കല്യാണം. അതും ഈ ബാങ്കിനെ ഇവർ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തങ്ങളുടെ മകളുടെ വിവാഹം ഈ മാസം 26-ാം തീയതിയാണെന്നും അതുകൊണ്ട് തന്നെ ഇവർ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന 10 ലക്ഷം രൂപ അതിനു മുമ്പായി വേണമെന്ന് ഇവർ ബാങ്ക് അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അവർക്ക് ആ ഒരു പണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇവർ ഈ ബാങ്കിലെത്തിയത്. പക്ഷേ അവർക്ക് ഈ 10 ലക്ഷം രൂപ അവർ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അത് ഇപ്പോൾ തിരിച്ചു തരാനാകില്ല എന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചത്. പക്ഷേ ഇവരുമായി ചർച്ച ചെയ്യുന്നതിനോ മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നതിനോ ആരും തന്നെ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ ഇപ്പോൾ ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയും കുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ബാങ്ക് കഴിഞ്ഞ കുറച്ച് നാളുകളെ തന്നെ ഈ ബാങ്കിൻ്റെ നിക്ഷേപകരൊക്കെ തന്നെ പല രീതിയിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. 2 മാസം മുൻപ് മറ്റൊരു കർഷകനായിട്ടുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിനായി നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇതേ ബാങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവും ഈ ഒരു വലിയ രീതിയിൽ, അതായത് അടുത്ത മാസം അവരുടെ മകൾ ഈ മാസം തന്നെ കല്യാണമാണ്, അതിനു മുൻപായി ഈ ഒരു പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏറെ വൈകിയും ഈ മാതാപിതാക്കൾ ഈ ബാങ്കിനുള്ളിൽ നൽകുന്ന വിശദീകരണം എന്താണ്? അതായത് ഈ ബാങ്കിൽ ഈ മാതാപിതാക്കൾ നിക്ഷേപിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അവർക്ക് പണം ആവശ്യമുള്ളത് ഈ മാസം 26-ാം തീയതിക്ക് മുൻപാണ് പണം ആവശ്യം. അതായത് ഈ ആഴ്ച തന്നെ അവർക്ക് പണം ആവശ്യമുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു വലിയ എമൗണ്ട് ബാങ്കിൽ നിന്ന് അവർക്ക് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാനാവില്ല എന്നാണ് ബാങ്ക് അധികൃതർ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കത് കൊടുക്കാൻ സാധിക്കാത്തതെന്ന് ബാങ്ക് അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി ഒരു കുടുംബത്തെ അറിയിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നവർക്ക് ഈ ഒരു പൈസ തിരികെ കൊടുക്കാൻ ബാങ്കിന് കഴിയുമെന്ന് പോലും ഈ ഒരു കുടുംബത്തെ നിലവിൽ അറിയിച്ചിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലുള്ള ബാങ്കാണ്? അതായത് നമുക്ക് നേരത്തെ അറിയാം, ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ഭരിക്കുന്ന ഒരു ബാങ്കാണ് ഇത്. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പൊക്കെ തന്നെ നേരത്തെ വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. ആ ഒരു ബാങ്കിന് സമീപത്തായിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ്.